ദയവിതൊന്ന് പെട്ടെന്ന് വാടാ. 14 വർഷം ജയിലിൽ പോലെ ഇരിക്കാം, പക്ഷെ എനിക്ക് ശവത്തിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലടാ. ഇപ്പൊ നീന എവിടെയാ? -2 ഡിഗ്രിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 2 ബീർ ബോട്ടിൽ അകത്ത് വെച്ചു. കൂളിംഗ് പോയില്ലടാ. ഇങ്ങനെയൊക്കെ പറയുന്ന വട്ടാണോ? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ചെറിയൊരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്ക്. ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. അയ്യോ, എന്താ രമേശേ പെട്ടെന്ന് നിന്റെ നീളം കുറഞ്ഞു പോയേ? ഞാൻ രമേശിന്റെ ഫ്രണ്ടാ. നിങ്ങളാരാ? ഫ്രണ്ടോ? സോറി, പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. അല്ല, രമേശിന്റെ വീട്ടില് നീ എന്തെടുക്കാ? എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ആരും ജോലിയുണ്ടോ? നിങ്ങൾക്ക് എന്താ? എന്താ നീ കലിപ്പിലായ കരിന്തേളിനെ പോലെ സംസാരിക്കുന്നേ? രമേശ് തിരിച്ചു വന്നത് കൊണ്ടാ എന്റെ അച്ഛനും ഭർത്താവും താഴെ വന്നെന്ന് വിചാരിച്ച ഞാൻ വന്നത് നീയായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മരിച്ച എന്റെ അമ്മായച്ചനെ കൊണ്ട് ആധാരത്തിൽ സൈൻ മേടിച്ചേരണം. പറ്റുമോ നിനക്ക്? പറ്റത്തില്ലല്ലോ. നിന്റെ മോന്ത കണ്ടപ്പോ ആദ്യം എനിക്ക് സംശയം തോന്നിയതാ. ഇങ്ങനെ തുറച്ചു നോക്കിയാ ഞാൻ പേടിച്ചു പോകും. ഈ 4 പാക്കറ്റ് പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പോയിക്കോളാം. ഫ്രിഡ്ജിൽ പാലൊന്നും വെക്കാൻ പറ്റില്ല. പാല് ഫ്രിഡ്ജിൽ വെക്കാതെ ബീറോയിൽ വെക്കോ? ഹലോ, നിങ്ങളുടെ വീട്ടിൽ എന്താ പ്രശ്നം? പാല് വെക്കാനും കോഫി വെക്കാനും രമേശിന്റെ വീടാണ് കിട്ടിയത്. മരണ വീട്ടിൽ നിന്ന് വരെയല്ലേ, അടുത്തുള്ള നിങ്ങളെ സഹായിച്ചില്ല പിന്നെ എങ്ങനെയാ? സ്വത്തം മുഴുവൻ പോയ സങ്കടത്തിലേക്ക് നാളെയല്ല പാല്, ഇന്നെന്തിനാ പാല്? അത് മരിച്ചയാൾക്ക് വന്നവർക്ക്. ഫ്രിഡ്ജിൽ ഓൾറെഡി 4 പാക്കറ്റ് പാലുണ്ട്. ഫുള്ള് സാധനങ്ങളാ, വെക്കാൻ പറ്റില്ല. വെറും 4 പാക്കറ്റ് വെക്കൂ. സ്ഥലമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളാം. ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രീസറിൽ വെച്ചോട്ടെ. ഹലോ, ആ ഡെഡ് ബോഡി ഫ്രീസറിലല്ലേ ഉള്ളേ? ബോഡി എടുക്കുന്നവരെ കാലെടുത്ത് വെച്ചോടാ നിങ്ങക്ക്. ബോഡിയുടെ അടുത്ത് പാലോ? ശിവ ശിവ, പറ്റില്ലല്ലേ? പറ്റില്ല. വിടില്ല. ഒരു കാര്യം ഒന്ന് ഓർമ്മയിരിക്കട്ടെ, മാനത്ത് പറക്കുന്ന ചെറിയ കാക്കയെ കൊണ്ട് പോലും നാളെ ഉപകാരം ഉണ്ടാവും. നിനക്ക് ഈ പഴഞ്ചൊല്ലല്ലേ? അതൊക്കെ ഞാൻ കുറെ കേട്ടതാ. തമാശ. ആരവിടെ? ഇതാണല്ലേ കാര്യം. ഞാൻ കുടിക്കാറില്ല, അത് രമേശിന്റെയാ. കാള വാല് പൊക്കുന്ന എന്തിനാന്ന് എനിക്ക് കണ്ടാ മനസ്സിലാവും. എറണാകുളത്ത് കുടിക്കാൻ വിളിച്ചാ തിരുവനന്തപുരത്തുനിന്നേ വായും തുറന്നു പോകുന്ന പോലെ ഉണ്ട് നിന്നെ കണ്ടാ. ഓവറായിട്ട് സംസാരിക്കാതെ പാലല്ലേ വെക്കണ്ടേ? വെച്ചിട്ട് പോ. ബോട്ടിലിന്റെ അടുത്ത് പാലെടുക്കാൻ ഞാൻ വരുമ്പോ നീ വെള്ളം അടിച്ചിട്ട് ഏത് സ്ഥിതിയിലായിരിക്കും? പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ, ഇതല്ലേ എന്റെ പണി. ഒന്ന് വെച്ചിട്ട് പോ.